ശ്രീ ജയന്ദ്ര മാസ്റ്റർ 7-ൽ നിന്ന് എങ്ങോട്ട്? 24 കൊല്ല ത്രിപുര കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിലാണ് ഇന്ന് സാധനം. ആ ചിഹ്നം കയ്യിൽ വെക്കാൻ ഇന്ന് ഈ 2 സംസ്ഥാനത്തും എത്ര ഉണ്ട് നമുക്കറിയാലോ. ഇനി കോഴിക്കോട് അരനൂറ്റാണ്ടിൻ്റെ മഹിമ പറയുന്നവർ കേരളത്തിലെ കോഴിക്കോടുള്ള നമ്മൾ ഭാഗ്യവന്മാരാണ്. നമ്മൾ 1-ാം സ്ഥാനത്താണ്. വിജിലൻസ് കേസിൽ കേരളത്തിലല്ല ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് ഭരണകൂടം പാവപ്പെട്ടവൻ്റെ നികുതി കട്ട് കീശയിലാക്കിയ കേസിൻ്റെ എണ്ണത്തിൽ എനിക്ക് കിട്ടിയ ഒരു അറിവ് 393 വിജിലൻസ് കേസാണുള്ളത്. 50 കൊല്ലം മുമ്പ് തുടങ്ങിയ അതേ വാദം 1137 സ്പിൽ ഓവറാണ് മാധു ഉള്ളത്. 1998 തുടങ്ങിയതാണ് ഞെളിയമ്പറമ്പ്. മൂക്ക് പൊത്തിയും മഴ പെയ്താൽ ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്ന് അതിൻ്റെ അവസ്ഥ വസീതനെ വിമർശിക്കട്ടെ. മാലിന്യ പ്രശ്നം ഇപ്പോൾ പറഞ്ഞല്ലോ, അത് 2 കൂട്ടരും ഒക്കെ ചങ്ങാതിമാരാ. കാരണം ഇതങ്ങാ നടന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിനും ഗുണം പോകും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി അല്ലാതെ വസീഫെ എന്ത് പദ്ധതിയാണ് നമ്മുടെ മാനാഞ്ചിറയിലെ കോഴിക്കോട്ട്? നിങ്ങൾ 50 കൊല്ലത്തെ പാരമ്പര്യം കൊണ്ട് ഞങ്ങൾ ഇന്നത് കാണിച്ചു എന്ന് പറയുമോ? മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പറയുമോ? ഈ മാലിന്യ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ പറയുമോ? മഴ പെയ്താൽ വെള്ളം ഇത് അറബിക്കടലിൽ പോകാനുള്ള വഴിയില്ലെന്നേ. മഴ തുള്ളി മുറിഞ്ഞാൽ കടകൾ പൂട്ടിയിട്ട് ഓടുകയാണ്. ഇപ്പുറത്ത് വലിയ പടായി പറഞ്ഞ നമ്മുടെ SM സ്ട്രീറ്റ് എവിടെ കിടക്കുന്നു? നവീകരണം എവിടെയാണുള്ളത്? ഉറൂബിൻ്റെ സ്മാരക റോഡ് ഒന്ന് കാണിച്ചു തരുമോ വസീഫെ? കോഴിക്കോട്ട് ആ ബോർഡൊന്നും തന്നെ കാണിച്ചു തരുമോ? ഉറൂബിൻ്റെ പേരിലുള്ളൊരു ബോർഡ് കേരളത്തിൽ. ആ റോഡൊക്കെ വേണേൽ ഞാൻ കാണിച്ചു തരാം. എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു കാര്യം ശരിയാണ്, കോഴിക്കോട്ടുകാരായ നിങ്ങളോട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, സർ 55 കൊല്ലം നിങ്ങൾ വോട്ട് കുത്തി കൊടുത്തു. 36 കൊല്ലം കൊണ്ട് 36 കൊല്ലം കൊണ്ട് ബംഗാളുകാരന് മനസ്സിലായി ഇവിടെ വന്ന് പൊറോട്ട അടിക്കാനും നമ്മുടെ കടയിലിരിക്കുന്നു എന്ന് കാര്യം മനസ്സിലായി. കോഴിക്കോട്ടുകാരായ വോട്ടർമാർ ഇത് കൃത്യമായിട്ട് മാധു കേരളം പാകപ്പെട്ട് കഴിഞ്ഞു. മാധു നമ്മൾ വിശ്വസിച്ചിരുന്നു അങ്ങ് എന്താ തൃശ്ശൂരിൽ ഇവർ 2 കൂട്ടരും പറഞ്ഞ എന്താ പ്ലാൻ എയും പ്ലാൻ ബിയും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് കേരളത്തിൽ അനുഭവങ്ങളുണ്ട്. ഓക്കെ ശരി. അപ്പോൾ ഇവർക്ക് അവകാശവാദങ്ങളുണ്ട്, ആക്ഷേപങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളേ? BJPയുടെ പ്രതിനിധിയോടാണ്. അദ്ദേഹം പറയുകയാണ്, നെളിയമ്പറമ്പ് പ്രദേശത്തൂടെ വരുമ്പോൾ മൂക്ക് പൊത്തിയിട്ടാണ് ഇപ്പോഴും അദ്ദേഹം സഞ്ചരിക്കാറുള്ളത്. ഇത് തന്നെ വലിയ തെളിവാണ്. അദ്ദേഹം ഒന്ന് പറയണം, ഏത് നെളിയമ്പറമ്പിലാണ് ഇവിടെ വൃത്തിയില്ലാതെ വേസ്റ്റ് കുന്നുകൂടി കിടക്കുന്നതെന്ന് ദയവായി ആദ്യം ഈ കോഴിക്കോട്ടുകാരോടൊന്ന് പറയണം. ഞാൻ പറയുന്നത് 1998 മുതൽ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആരംഭിച്ച ആ പദ്ധതിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അവിടെ മാലിന്യ സംസ്കരണം നടക്കുന്നുണ്ടോ? ഇത്രയധികം കോടി രൂപ ചെലവഴിച്ച് കോഴിക്കോടിൻ്റെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി കൊണ്ടുവന്ന ആ പദ്ധതി എവിടെ എത്തി? സർ, ഒരു കറവ പശുവല്ലേ അത്?